ഹായ് കൂട്ടുകാരെ, നമസ്കാരം. അജീഷാണ്, ഇടുക്കി ചില്ലീസ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് പെരിഞ്ഞാങ്കുട്ടിക്ക് സമീപമുള്ള നമ്മൾ മാവടിക്ക് പോകുന്ന ഒരു പുതിയ വഴിയിലാണ്. നമ്മൾ മാവടി ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ മുള്ളരിക്കുടിയിൽ നിന്ന് കൈലാസം കൂടിയാണ് നമ്മൾ മാവടിക്ക് പോയത് കേട്ടോ. അപ്പോൾ ഇപ്പം ഇന്ന് നമ്മൾ മാവടിയിലേക്ക് എത്തുന്നില്ല. അതിനു മുമ്പ് കൈലാസപ്പാറയെന്ന് ഒഴുകി വരുന്ന മനോഹരമായ ഒരു വെള്ളച്ചാട്ടമുണ്ട്. അപ്പോൾ അതിൻ്റെ ചോട്ടിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നത് അത് നമുക്ക് എങ്ങനെ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്നാലും ഇതിന് പോകുന്ന വഴിക്കൊക്കെ ധാരാളം കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ യാത്ര അങ്ങോട്ട് തുടരാമല്ലേ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചില്ലീസ് മീഡിയ എന്നാണ്, അത് കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ പുത്തൻ പുതിയ കാഴ്ചകളിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ അജീഷ്, ഇടുക്കി ചില്ലീസ്. നമ്മൾ പെരിഞ്ഞാങ്കുട്ടിയിലേക്കാണ് പോകുന്നത് കേട്ടോ. പെരിഞ്ഞാങ്കുട്ടിയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ പെരിഞ്ഞാങ്കുട്ടിയിൽ നിന്ന് തിരിഞ്ഞ് മാവടി വഴിയാണ് നമ്മളിപ്പോൾ സഞ്ചരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ മാവടി വഴി പോകുമ്പോൾ എന്താ സംഭവം എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കൂലേ. നമ്മൾ ഒരിക്കൽ മാവടി ചെയ്തതാണ്, കൈലാസം വഴിയാണ് അന്ന് നമ്മൾ പോയത്. പക്ഷെ നമ്മൾ മാവടി എത്തണമില്ല. അതിന് മുമ്പ് നല്ല കിടിലൊരു വാട്ടർഫാൾസ് ഉണ്ട്, കൈലാസം വാട്ടർഫാൾസ്. അതിന് തൂവലെന്ന് നാട്ടുകാർ വിളിക്കുന്ന ഒരു പേരും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ടാണ് നമ്മുടെ യാത്ര. നമ്മളങ്ങനെ പെരിഞ്ഞാങ്കുട്ടിയിൽ എത്തിയിട്ടുണ്ട്. പെരിഞ്ഞാങ്കുട്ടിയുടെയൊക്കെ വീഡിയോ നമുക്കല്ലാതെ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇത് ഈ പാലം കടന്നു കഴിഞ്ഞാലാണ് നമുക്ക് പണിക്കൻകുടിക്കും അടിമാലിക്കും പോകുന്നത്. നേരെ പോകുന്നത് മുരിക്കാശ്ശേരിക്കാണ്. ഇവിടെ നിന്ന് വീണ്ടും നമ്മൾ തിരിയുകയാണ് കേട്ടോ. വീണ്ടും നമ്മൾ തിരിഞ്ഞ് ഈ വഴി ഇങ്ങനെ പോവുകയാണ്. ഈ വഴി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് രണ്ടായിട്ട് വഴി തിരിയും. രണ്ടായിട്ട് തിരിയുന്ന വഴി ഇടത്തോട്ട് പോയി കഴിഞ്ഞാലാണ് നമുക്ക് മാവടിയിലേക്ക് എത്താൻ പറ്റുള്ളൂ. മാവടി ആ സ്ഥലത്തിൻ്റെ പേര് താഴത്തെ മാവടിയോ അങ്ങനെ കണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇതിൻ്റെ വലത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പൊന്നാമലയ്ക്ക് കയറി പോകാം. അപ്പോൾ ഇവിടെ നമുക്ക് ചെറിയൊരു ഷോപ്പ് ഒക്കെ ഉണ്ട്, കോഫി ഷോപ്പൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ ഈ വഴിയിലേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ധാരാളം കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അവിടെ ഒരു ചെറിയ പാലവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ആ പാലമൊക്കെ കടന്നു കഴിഞ്ഞാലാണ് നമുക്ക് പൊന്നാമലയിലേക്ക് കയറി പോകാൻ പറ്റുള്ളൂ. നമ്മൾ പെരിഞ്ഞാങ്കുട്ടിയിൽ നിന്ന് മുന്നോട്ട് പോകുന്ന വഴിക്കൊക്കെ ധാരാളം കൃഷിയിടങ്ങളുടെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതുവഴി നിങ്ങൾക്ക് മാവടിക്ക് എത്താൻ പറ്റും. നമ്മുടെ മാവടി വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു SNDPയുടെ ഒരു അമ്പലം ആ ഒരു വഴിക്കൂടെ നമ്മൾ താഴോട്ട് പോകുന്നില്ലേ, ഞാൻ പറഞ്ഞില്ലേ പിന്നീട് ഒരു ദിവസം നമുക്ക് പോകാമെന്ന ആ വഴിയാണ് ഇത് കേട്ടോ. ഈ മേഖലയിലുള്ള കൃഷികളൊക്കെ കണ്ടോ, കൊക്കോയും ജാതിയുമാണ് ഇവിടെ കൂടുതൽ. ഓരോ സ്ഥലത്തിൻ്റെ ഭൂപ്രകൃതിയൊക്കെ അനുസരിച്ചാണ് ഇവിടെ കൃഷികൾ ചെയ്യുന്നത് കേട്ടോ. മാത്രമല്ല റബ്ബർ തോട്ടങ്ങളും ഈ മേഖലയിലുണ്ട്. ധാരാളം റബ്ബറൊക്കെ ഉള്ള ഒരു മേഖലയാണിത്. അപ്പം അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ഈ വഴിയിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് കേട്ടോ, ഇങ്ങനെ കലിങ്ങുണ്ടാവില്ല. കലിങ്ങിന് പകരം റോഡ് കുഴിച്ച് പാത്തി പോലെ ഇട്ടേക്കുവാണ്. അപ്പം വെള്ളം അതിലൂടെ ഒഴുകിപ്പോക്കോളും, നമുക്ക് പയ്യെ ഒന്ന് ചവിട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു വഴി കാണാം. ഇത് നേരെ കൈലാസം പള്ളിയുടെ അങ്ങോട്ടാണ് കയറി പോകുന്ന വഴി കേട്ടോ. അപ്പോൾ ഇനി വളരെ ചെറിയ കിലോമീറ്ററുകൾ മാത്രമേ ഉള്ളൂ നമ്മൾ കാണാൻ പോകുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ട്. മഴയില്ലെങ്കിൽ നമുക്ക് ഡ്രോൺ പോക്കാം, മഴയാണെങ്കിൽ നമ്മൾ ഈ വീഡിയോ വെറുതെ ആയി പോകുമെന്ന് എനിക്ക് തോന്നണേ. അപ്പോൾ ഇവിടെയൊക്കെ ധാരാളം ആളുകൾ താമസിക്കുന്ന മേഖലയൊക്കെ നമുക്ക് കാണാൻ പറ്റും. എന്നാണെങ്കിലും നമ്മൾ താഴേക്ക് ചെല്ലുമ്പോൾ ഈ കൈലാസ വാട്ടർഫാൾസ് ഒഴുകി വരുന്ന ചെറിയൊരു തോടുണ്ട് കേട്ടോ. അത്യാവശ്യം മനോഹരമായ ഒരു സ്ഥലമാണ്. അത് നമുക്ക് ക്രോസ് ചെയ്തിട്ട് വേണം നമ്മൾ കാണുന്ന മാവടി താഴത്തെ ഗ്രാമത്തിലേക്ക് നമുക്ക് പോകാൻ. ആ സ്ഥലത്തിൻ്റെ പേര് കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല, അതാണ് സത്യാവസ്ഥ. അപ്പോൾ നോക്കിയേ, ഇവിടങ്ങളിലെല്ലാം ധാരാളമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കാണുന്നത് കേട്ടോ. നമ്മളങ്ങനെ ആ തോടോ പാലമൊക്കെ കയറി ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ വണ്ടി എവിടെയെങ്കിലും ഒന്ന് നിർത്തിയിട്ട് ആ വെള്ളച്ചാട്ടം ഒഴുകി വരുന്ന കാഴ്ച ഒന്ന് കാണാം അല്ലേ. അപ്പോൾ ഇപ്പം നിലവിൽ എല്ലാ റോഡിലും കാണുന്ന പോലെ ഇവിടെ വെച്ചിട്ടുണ്ട് ഡിവിഷൻ ഇടുക്കി കേരള പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോൺടാക്ടറുടെ ഫോൺ നമ്പറും മറ്റു കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. വഴി മോശമാണെങ്കിൽ വിളിച്ചോ കേട്ടോ. അപ്പോൾ ഇതാണ് ആ തോട്. അപ്പം നമ്മൾ കടന്നു വന്ന വഴി അതിലൂടെയാണ്. ഇത് ശരിക്കും നമ്മൾ മാവടി പോയ വഴിക്ക് ഞാനൊരു പാറപ്പുറമൊക്കെ ഇറങ്ങിയ ഒരു തോടിൻ്റെ ഉള്ളിൽ ഞങ്ങൾ പോയില്ലായിരുന്നു. അന്ന് വെള്ളമില്ലായിരുന്നു കേട്ടോ. ആ തോട്ടിൽ നിന്ന് വരുന്ന കൈലാസം വാട്ടർഫാൾസിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. നിങ്ങൾ നോക്കിയേ എത്ര ശക്തിക്കാണ് വെള്ളം ഒഴുകി പോകണമെന്ന് നോക്കിയേ. അപ്പോൾ ഇവിടെയൊക്കെ മഴക്കാലമാണെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ നിറഞ്ഞ് ഒഴുകി പോകുന്ന കാഴ്ചയാണ് കേട്ടോ. ഈ വെള്ളം ഇങ്ങനെ പോയിട്ട് നമ്മുടെ പെരിഞ്ഞാങ്കുട്ടിക്ക് സമീപമാണ് ഈ തോട് ചെന്ന് ചാടുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നല്ല ആംബിയൻസാണ്, ധാരാളം വേറൊരു വൈബ് അല്ലേ.
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെയുള്ള ധാരാളം കാഴ്ചകളൊക്കെ നമുക്ക് ഇതുവഴിയുള്ള ഗ്രാമീണ മേഖലയിൽ കൂടിയൊക്കെ വന്നാൽ നമുക്ക് കാണാൻ പറ്റും. ഈ മഴക്കാലത്തെ ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ നമ്മുടെ ക്യാമറയുടെ ലെൻസിൻ്റെ അകത്ത് മിസ്റ്റ് പിടിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ കാരിത്തോട്, സോറി എനിക്ക് മാറിപ്പോയതാണ്, ഈ സ്ഥലത്തിൻ്റെ പേര് കാരിത്തോട് എന്നാണ്. ഞാൻ മാവടി താഴെ ഗ്രാമം എന്നൊക്കെയാണ് നിങ്ങൾ പരിചയപ്പെടുത്തിയത്, എനിക്ക് പെട്ടെന്ന് മാറിപ്പോയതാണ്. കാരിത്തോട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമുക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാൽ നമുക്ക് വെള്ളച്ചാട്ടം, നമുക്ക് അതിൻ്റെ ചോട് കാണാൻ പറ്റും. കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്ന ചോടേ കാണാൻ പറ്റുള്ളൂ. നമ്മൾ കടന്നു വന്ന വഴി ഇതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വരുമ്പോൾ ചായ കുടിക്കാനും സ്നാക്സൊക്കെ അടിക്കാനുള്ളൊരു ചെറിയ കടകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ തൊട്ടപ്പുറം തന്നെയാണ് ചെറിയൊരു കുരിശുപള്ളിയൊക്കെ ഉള്ളത്. അപ്പം ഈ ഒരു വഴി ഇങ്ങനെ പോകുന്നത് നേരെ മാവടി കൂടി മഞ്ഞത്തൊട്ടി കൂടി നേരെ നെടുങ്കണ്ടത്തിനാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിലവിൽ ഒരു ചെറിയ ബിൽഡിങ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ശരിക്കും മൂന്നും കൂടി ഒരു കവലയാണ്. ഈ വഴി ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് പൊന്നാമല വഴിയിലേക്ക് കയറി പോകും. പൊന്നാമലയൊക്കെ നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ പൊന്നാമല നമ്മൾ ഇതൊരു പോകാത്തൊരു സ്പോട്ടാണ് കേട്ടോ. ഇതുണ്ടോ, ഇതിലൂടെ നമുക്ക് കയറി പോകണം. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചെറിയ ചെറിയ വണ്ടികളിലൊക്കെ പോകാൻ പറ്റുന്ന ഒരു ചെറിയ വഴിയാണെന്നും എനിക്ക് പറയാം. അതേ ഉള്ളൂ സൗകര്യം. അപ്പം ഇവിടങ്ങളെല്ലാം ചെറിയ ഗ്രാമീണ കാഴ്ചകൾ അല്ലേ, അതേ ഉള്ളൂ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് വാട്ടർഫാൾസ് കാണാൻ പറ്റുന്നത്. അപ്പോൾ വാട്ടർഫാൾസിൻ്റെ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നത്. നമ്മൾ മുമ്പ് കണ്ട തോടില്ലേ, ആ തോട് ഇതിൻ്റെ സൈഡിൽ കൂടെയാണ്. അവിടെ ഒരു പാലമുണ്ട്, നമുക്ക് അവിടെ പോകാം കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് ആളുകളൊക്കെ താമസിക്കുന്ന മേഖലയിലേക്ക് കയറി പോകുന്ന ഒരു ചെറിയ ഇടവഴിയാണ് ഇത് കേട്ടോ. നോക്കിയേ, ഈ ഇടവഴി ശരിക്കും പഴയ മരപ്പാലമാണ് ഇട്ടേക്കണേ. പണ്ടത്തെ കാലത്ത് ചെയ്തേക്കണ പോലെ മരത്തടിയുടെ പീസുകളൊക്കെ ഇങ്ങനെ വെട്ടി അറുത്തിട്ടേക്കണേ മരപ്പാലമാണ്. അതൊരു വേറൊരു സംഭവം കേട്ടോ, കാണാൻ നല്ല രസമുണ്ട്. ശരിക്കും മരം മാത്രമല്ല, ഇതിൻ്റെ അകത്ത് കവുങ്ങുണ്ട്. അതൊക്കെ എക്സ്ട്രാ പോയതിന് ശേഷം പണിതിട്ടേക്കണയായിരിക്കും. എന്തായാലും വണ്ടി ഇതിലൂടെ പാസ് ചെയ്യണമെന്ന് തോന്നുന്നു. ഇതുണ്ടോ, ഇവിടെ വണ്ടി കയറി പോകുന്ന പാടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കാണാൻ വന്നിരിക്കുന്ന ആ തോടില്ലേ, വെള്ളച്ചാട്ടത്തിൻ്റെ, അതാണ് താഴേക്ക് പോകണം. ഇതിങ്ങനെ ഒഴുകിയിട്ട് നേരെ പെരിഞ്ഞാംകുട്ടിയിലേക്കാണ് പോകുന്നത്. ഇതുകൊണ്ട് ഇതിലൂടെ ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരും. അപ്പോൾ മഴക്കാലമൊക്കെ ആകുമ്പോൾ, മഴയൊക്കെ ശക്തി പ്രാപിക്കുമ്പോൾ എന്തുമാത്രം വെള്ളം ഒഴുകുന്ന ഒരു സ്ഥലമാണ് ഇത് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്തോണം. എന്താണെങ്കിലും ഞാൻ ആ പാലം കടന്ന് ഇപ്പുറത്തേക്ക് എത്തി. ഇവിടെയൊക്കെ ചെറിയ ഗ്രാമീണ മേഖലകളിൽ ഗ്രാമങ്ങളിലേക്കും വീടുകളിലേക്കും കൃഷിയിടങ്ങളിലേക്കും ഒക്കെ പോകുന്ന വഴികളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതാണ് നമ്മുടെ കാരിത്തോട് ഗ്രാമത്തിലുള്ള ഒരു കടയും അതും ഒരു മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കാണുന്നത് കേട്ടോ. അപ്പം ഞാൻ നമ്മൾ വന്ന വഴിക്കടെ വീണ്ടും ഒന്ന് തിരിച്ച് മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് കുറച്ച് കടകളൊക്കെ ഇവിടെ കാണാം. ഇപ്പോൾ എല്ലാം ക്ലോസ്ഡ് ആണ്. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് കുരിശുപള്ളി ഉണ്ടെന്ന് ഓർത്തില്ലേ. പക്ഷേ ഇവിടെ നിന്നല്ല, ആ വെള്ളം ഒഴുകി പോകുന്ന കുറച്ചും കൂടെ ബ്യൂട്ടി ആയിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് ഇവിടെ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് കേട്ടോ. നിങ്ങൾ നോക്കിയേ, ഈ ഒരു സൈഡ് നോക്കിയേ, ഫുള്ള് വെള്ളം ഒഴുകി പോകുന്ന കാഴ്ച കണ്ടോ. കാരിത്തോട് ഗ്രാമമാണ് കാരിത്തോട്. ഇനി തൊട്ട് മേലിൽ വേറൊരു കടയൊക്കെ ഉള്ളൊരു സ്ഥലമുണ്ട് കേട്ടോ. അവിടെ നിന്നാലാണ് നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ശരിക്കുള്ള ദൃശ്യം നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഇതാണ്, ഇവിടെയാണ്. നിങ്ങൾ ഇതിനിടയ്ക്കൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, വെള്ളച്ചാട്ടമൊക്കെ കടന്നു വരുന്ന കാഴ്ചയൊക്കെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. വാവ്, സൂപ്പറല്ലേ, അടിപൊളിയല്ലേ. ഇവിടെ എന്തൊക്കെയോ പാലോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, അക്കരെ താമസിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ നിന്ന് വെള്ളം ഒഴുകി ഇങ്ങനെ താഴോട്ട് പോകുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ വെള്ളച്ചാട്ടം നമുക്ക് കാണണമെങ്കിൽ കുറച്ച് ഉള്ളിലേക്ക് നമുക്ക് കയറി പോകണം കേട്ടോ. പക്ഷേ നമുക്ക് ഡേഞ്ചറാണ്, മഴക്കാലം ആയതുകൊണ്ട് തന്നെ സ്ലിപ്പിങ്ങും ഒക്കെ ഉണ്ടാവും എന്നാണ് ചേട്ടൻ പറഞ്ഞത്. നമ്മുടെ ചേട്ടനെ, ഡ്രോൺ ചേട്ടനെ ഒന്ന് പൊക്കാമെന്ന് ഓർത്തുകൊണ്ടാണ് വന്നത്. പക്ഷേ നമ്മളെടുത്ത ആപ്പ് കണ്ടോ, പൂവർ ഫ്ലൈ കണ്ടീഷനിലാണ്. അതായത് കാറ്റും അതുപോലെ കാലാവസ്ഥ മോശമെന്നാണ് അവർ പറയണത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഞാൻ ഡ്രോൺ പൊക്കണോ വേണ്ടോ എന്നുള്ള സംശയത്തിൽ നിൽക്കുകയാണ്. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൂടെ നമുക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. ഞാനേ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ ഡ്രോൺ പൊക്കാമെന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് വന്നത്. പക്ഷേ എനിക്ക് കാറ്റ് കാണിക്കുന്ന 50 കിലോമീറ്റർ സ്പീഡ് കാറ്റ് അവിടെ കാണിക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഡേഞ്ചറാണ്. കാറ്റില്ലാതെങ്കിൽ നമുക്ക് എന്തോരം ദൂരം വേണമെങ്കിലും പൊക്കാം, എന്തോരം ഉയരത്തിൽ വേണമെങ്കിലും വിടുകയും ചെയ്യാം. അപ്പം അല്ല, എന്തോരം ദൂരം നമുക്ക് വിടുകയും ചെയ്യാം. പക്ഷേ നമ്മൾ റിസ്ക് എടുക്കണ്ടല്ലോ. അപ്പം അങ്ങനെ ഞാൻ കുറച്ചും കൂടെ ദൂരം മാവടി കൂടി നമ്മൾ നേരെ പൊന്നാമലയ്ക്ക് പോകാമെന്ന് വെച്ചു കേട്ടോ. ഇനിയുള്ള യാത്ര നമ്മൾ മാവടി കൂടിയിട്ട് നേരെ പൊന്നാമലയ്ക്കാണ്. അപ്പോൾ പൊന്നാമല വഴി ഇറങ്ങി നേരെ പെരിഞ്ഞാംകുട്ടിയിലേക്ക് നമുക്ക് ചാടാം കേട്ടോ. അപ്പോൾ അത് നമുക്കൊരു വേറൊരു വൈബ് ആവുകയും ചെയ്യും. നമുക്കിതിൻ്റെ ഓപ്പോസിറ്റ് നിന്ന് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാനും പറ്റും. അപ്പോൾ അത് രണ്ടും നമുക്ക് കിട്ടും. നമ്മൾ വീണ്ടും മാവടിയിലേക്കാണ് ഇനി ചെല്ലുന്നത് കേട്ടോ. അപ്പോൾ മാവടി ചെല്ലാതെ നമുക്ക് പൊന്നാമല പോകാൻ വഴിയില്ലെന്ന് എനിക്ക് തോന്നണേ. നോക്കട്ടെ വേറെ എവിടെയെങ്കിലും കിട്ടുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് നോക്കാം വഴി.
ചിലപ്പോൾ നമുക്ക് ലിങ്ക് റോഡ് എല്ലാം കിട്ടിയാൽ നമുക്ക് അതിലൂടെ ചാടി പൊന്നാമലയ്ക്ക് എത്താം കേട്ടോ. പൊന്നാമല വേറൊരു വൈബുള്ള സ്ഥലം, അത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. നമുക്ക് മനോഹരമായ ഒരു ചെറിയ പള്ളിയും കുറച്ച് ഗ്രാമീണ കാഴ്ചകളും ഒക്കെ ഉള്ള സ്ഥലമാണ്. പക്ഷേ യെസ്, ഫൈനലി നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി മാവടിയിലേക്ക് വന്ന് കയറിയിരിക്കുകയാണ്. അപ്പം ഈ റൂട്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, കാര്യത്തോട് പെരിഞ്ഞാങ്കുട്ടിയിൽ നിന്ന് കാര്യത്തോട് വഴി മാവടി. ഇതുകൊണ്ടോ വീണ്ടും നമ്മൾ മാവടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം ഇവിടെ നിന്ന് നമുക്ക് തിരിഞ്ഞ് നമുക്ക് പോകണം. ഈ കാഴ്ചകളൊക്കെ നിങ്ങളെ ഒരു വട്ടം കൂടി അങ്ങോട്ട് കാണിക്കാം അല്ലേ, അല്ലാതെ എന്ത് ചെയ്യാനാണ് നമുക്ക്. ഇപ്പം മാവടി ടൗണിൽ നിന്ന് നമ്മൾ നേരെ പോകുന്ന വഴി നമ്മൾ കൈലാസപ്പാറ വഴി നമ്മൾ വന്നിട്ടുള്ളതാണ്. ഇനി നമ്മൾ ഇവിടുന്ന് തിരിഞ്ഞ് നമ്മൾ കയറി പോകും. അന്ന് കണ്ട അതേ ബസ്. മാവടിയിൽ നിന്ന് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരു ചെറിയ കവല കാണാൻ പറ്റും. ഈ കവലയിൽ നിന്ന് ഇടത്തേക്ക് നമ്മൾ തിരിഞ്ഞു പോകുമ്പോഴാണ് നമുക്ക് കുഴിക്കൊമ്പ് വഴി പൊന്നാമല കയറി പെരിഞ്ചാങ്കുട്ടിയിലേക്ക് എത്താൻ പറ്റുന്ന വഴി കേട്ടോ. അപ്പോൾ ഇത് വഴിയൊക്കെ അടിപൊളിയാണ്, കുറേ നല്ല ഗ്രാമങ്ങളൊക്കെ കണ്ട് നമുക്ക് സഞ്ചരിക്കാൻ പറ്റും. അങ്ങനെ യാത്ര ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മലയുടെ പൊക്കത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഈ മലയുടെ അടിവാരത്തോടെയാണ് നമ്മൾ യാത്ര ചെയ്ത് ഇപ്പോൾ കറങ്ങി ഈ മലയുടെ ടോപ്പിൽ എത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാൽ നമ്മൾ ആദ്യം കാണാൻ വന്നിരിക്കുന്ന നമ്മുടെ കാര്യത്തോട് വാട്ടർഫാൾസില്ലേ, ആ വാട്ടർഫാൾസിൻ്റെ വിദൂര കാഴ്ച അടിപൊളിയായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അപ്പം ഗ്രാമങ്ങളുടെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് മുന്നോട്ട് പോകാം അല്ലേ. അപ്പോൾ ഇവിടെ ഒരു കടയേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. ഈ കട ഇപ്പം നിലവിൽ അടച്ചിട്ടേക്കാണ്, വൈകുന്നേരം ഒരു സമയത്തൊക്കെ തുറക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ മനോഹരമായൊരു വീട് നമുക്ക് കണ്ടു. ഈ സ്ഥലം ശരിക്കും പൊന്നാമലയല്ല കേട്ടോ, പൊന്നാമല ഇനി നമുക്ക് പോകണം. എനിക്കൊന്ന് മാറിപ്പോയതാണ്. ഇത് കുഴിക്കൊമ്പെന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ, കുഴിക്കൊമ്പ്. അപ്പം മനോഹരമായൊരു വീട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടൊക്കെ നല്ല ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ട് തന്നെയാണ്. ഇനി നമുക്കിത് പോകേണ്ടത് ഈ വഴിക്കോടെയാണ്. മേളിൽ നിന്ന് നല്ലൊരു കാർ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് കേട്ടോ. മഴ പെയ്യാനുള്ളൊരു സാധ്യത എനിക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നോക്കാം, നമുക്ക് നോക്കിയിട്ട് നമുക്ക് യാത്ര ചെയ്ത് മുന്നോട്ട് പോകാം. അടിപൊളിയല്ലേ ആ കാറൊക്കെ മലമുകളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്ന കാഴ്ചയൊക്കെ. നമ്മൾ വീണ്ടും കുഴിക്കൊമ്പിൽ നിന്ന് യാത്ര ആരംഭിച്ചിട്ടുണ്ട്. ഇനിയുള്ള വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ഒരു മലയുടെ മുകളിലേക്കാണ്. ഇതിന് രണ്ട് സൈഡും ഉണ്ടല്ലോ, ഉത്തരയുള്ള ഇറക്കമാണ്. ഈ സൈഡ് നമ്മുടെ എന്താ പറയണേ പെരിഞ്ചാങ്കുട്ടിയും, ഈ സൈഡ് നമ്മുടെ ഈട്ടിത്തോപ്പ് സൈഡുമാണ്. അപ്പം മലയുടെ ഒരു രീതി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇതിലൂടെ നമ്മൾ പക്കയായിട്ട് യാത്ര ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. പോകുമ്പോൾ നമുക്ക് നമ്മൾ ആദ്യം കാണാൻ പോയ വാട്ടർഫാൾസില്ലേ കൈലാസം, അതിൻ്റെ ഒരു ലോങ് സൈറ്റിലുള്ളൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നമുക്ക് നമ്മളങ്ങനെ കുഴിക്കൊമ്പിൽ നിന്ന് നമ്മൾ പോകുന്ന വഴിക്ക് ധാരാളം കാഴ്ചകളാണ് നമുക്കുള്ളത്. എന്നാൽ ഈ നല്ല സീനറിയൊക്കെ കണ്ട് നമ്മൾ ഇങ്ങോട്ട് മുന്നോട്ട് പോകുന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്കാണ് ഒരു കിടിലം വളവൊക്കെ നമ്മൾ കണ്ടു കേട്ടോ. അപ്പോൾ ആ വളവെല്ലാം കഴിഞ്ഞ് നമ്മൾ വേറൊരു സ്പോട്ടിലേക്ക് നമ്മൾ എത്തി. അതൊക്കെ യെസ്, അങ്ങനെ ഫൈനലി നമ്മൾ പൊന്നാമല എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തി. ഇവിടെ ഒരു ചെറിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, കാടിൻ്റെ ഉള്ളിലാണ് കേട്ടോ പൊന്നാമല. അപ്പോൾ പൊന്നാമല എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ മനോഹരമായ ഒരു പള്ളിയുണ്ട്, അതുപോലെ ഒരു ചെറിയ ഷോപ്പുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഈട്ടിത്തോപ്പിനൊക്കെ പോകാൻ പറ്റുന്ന വഴിയൊക്കെ ഉണ്ട്. നമുക്ക് എന്താണെങ്കിലും വണ്ടി നമുക്കിവിടെ നിർത്താം കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി മുമ്പോട്ടാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുണ്ട്, ഇവിടെ ഒരു കുരിശുപള്ളി ഉണ്ട്, ഇതിൻ്റെ സൈഡിൽ കൂടെ ഒരു വഴിയൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ആളുകളുടെ ആൾ താമസമുള്ള മേഖലയിലേക്കാണ് പോകണത്. ഇവിടെ ചെറിയ ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പൊന്നാമല എന്ന് പറയുന്ന സ്ഥലമാണിത്. അപ്പോൾ ഈ വഴിയില്ലേ, ഈ വഴി ഇങ്ങനെ പോയിട്ട് നമ്മുടെ ഈട്ടിത്തോപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ മേലാച്ചിനാറിന് പോകുന്ന വഴിക്ക് ചെന്ന് ചാടും. ഇതൊക്കെ ഇവിടെ ഒരു കടയുണ്ട്, ചായ കിട്ടുമെന്ന് ഒന്ന് ചോദിച്ചു നോക്കാം കേട്ടോ. യെസ്, എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നു. നല്ല വിശപ്പ്. ചേട്ടോ ചായ ഉണ്ടോ? ഉണ്ട്, ചായ ഒന്നൊരു മീഡിയം ചായ. വേറെ ഒന്നും കഴിക്കാനില്ലല്ലോ, ചോറൊന്നും ഇല്ലല്ലോ, അതൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു ചായ കുടിക്കട്ടെ കേട്ടോ. ഈ വഴി എവിടെ ചെന്ന് ചാടി ചേട്ടാ? നേരെ പോയത് മേലച്ചിനാട്. അപ്പോൾ നമ്മൾ പൊന്നാമല എന്ന് പറയുന്ന ഈ സ്ഥലത്തു നിന്ന് നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. ഇനി നമ്മൾ ചെന്ന് ചേർന്നത് പെരിഞ്ചാങ്കുട്ടി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. നമ്മൾ കയറുന്ന വഴി ഇങ്ങനെ റൗണ്ട് പിടിച്ച് വീണ്ടും അവിടെ ചെല്ലുന്നു. അതാണ് ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത കേട്ടോ. അപ്പോൾ യാത്ര തുടരാം. അപ്പോൾ ഈ പൊന്നാമല വരെ ശരിക്കും പറഞ്ഞാൽ ചെങ്ങന്നൂരിൽ നിന്ന് നെടുങ്കണ്ടംകുടി, കട്ടപ്പന നെടുങ്കണ്ടംകുടി ബസ് സർവീസ് ഇവിടെ വരുന്നുണ്ട്. രാവിലെ ഇവിടുന്ന് ചെങ്ങന്നൂരല്ല കേട്ടോ, ചങ്ങനാശ്ശേരി. രാവിലെ ഇവിടുന്ന് ചങ്ങനാശ്ശേരിക്ക് പോകും. തിരിച്ച് ഏകദേശം 8 മണിയാകുമ്പോൾ പൊന്നാമലയിൽ വന്ന് കിടക്കാം. KSRTC ബസ്സാണ്. അതുകൂടാതെ ട്രിപ്പ് ജീപ്പുണ്ട്. പിന്നെ ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ വാഹനങ്ങളുടെ സൗകര്യം ഉള്ളതുകൊണ്ട് സ്വന്തം വാഹനത്തിൽ യാത്രക്കാർ പോവുകയാണ് കൂട്ടുകാരെ. അപ്പം അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്കിവിടെ എല്ലാം ധാരാളം കൃഷിയിടങ്ങളാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ കുറച്ച് നമുക്ക് അടുത്ത് കാണാൻ പറ്റുന്ന സ്ഥലമുണ്ട് കേട്ടോ. നമുക്ക് അവിടെ നിന്നിട്ട് നമുക്ക് വാട്ടർഫാൾസിൻ്റെ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ആകാശമൊക്കെ ഇരുണ്ട് കൂടി കിടക്കുവാണേ. മഴയൊക്കെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് പെയ്യാം. പക്ഷേ ഇവിടെ കണ്ടോ, നല്ല തേക്കും തോപ്പൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന കാഴ്ച കണ്ടോ, അടിപൊളിയല്ലേ. ഇതിങ്ങനെ നല്ലൊരു സ്പോട്ട് നമുക്ക് ഈ ഒരു ഗ്യാപ്പിൽ നമുക്ക് കിട്ടും. യെസ് 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 യെസ്, നമുക്ക് കിട്ടി കൂട്ടുകാരെ. അടിപൊളി കേട്ടോ, അടിപൊളി അടിപൊളി. ഞാനിവിടെ വണ്ടി നിർത്തട്ടെ. ഇത് നോക്കിയേ, എൻ്റെ പൊന്നു മച്ചാന്മാരെ, അങ്ങ് അകലെ നമ്മുടെ കൈലാസം വാട്ടർഫാൾസ് ഇറക്കി വരുന്ന കാഴ്ച കണ്ടോ, എന്തും മനോഹരമല്ലേ.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോങ് സൈറ്റിൽ നമുക്ക് അത് ആസ്വദിക്കാൻ പറ്റും അടിപൊളിയായിട്ട്. നമ്മളങ്ങനെ പൊന്നാമലയിൽ നിന്ന് കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ ഇതുണ്ട്, ഇതുപോലെ ഒരു ചെറിയ കടയും ഒരു ചെറിയ വീടും ഒരു 4 കൂടിയ കവലയൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ വെള്ളച്ചാട്ടം കണ്ട ആ ഒരു സ്പോട്ട് ഇവിടെ തന്നെയാണ്. നമ്മളങ്ങനെ ഇനി പെരിഞ്ചാംകുട്ടി ലക്ഷ്യമാക്കി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴ രാവിലെ തൊട്ട് ഇങ്ങനെ ആടി നിൽക്കുകയാണ്. ചിലപ്പം മഴ പെയ്യാതിരിക്കാം, അത് നമുക്കറിയില്ല എങ്ങനെയാണ്. എന്നാലും പെരിഞ്ചാംകുട്ടി ലക്ഷ്യമാക്കിയുള്ളൊരു യാത്രയാണ് നടത്തുന്നത്. അതുകൊണ്ട് വഴിയിൽ നിന്ന് ചേച്ചിയൊക്കെ പുല്ലൊക്കെ വെച്ചിട്ടുണ്ട്. പെരിഞ്ചാംകുട്ടിക്ക് ഇവിടുന്ന് ഇനിയിപ്പോൾ 2.5 കിലോമീറ്റർ എന്നാണ് പൊന്നാമലയെന്ന് പറഞ്ഞത്. അപ്പോൾ ആ 2.5 കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്യുകയാണ്. ഇതുകൊണ്ട് ഈ സൈഡിലൊക്കെ ധാരാളം വീടുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ മേഖലയിലൊക്കെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് കുറച്ച് വീടുകളൊക്കെ കാണാൻ പറ്റും. ഈ ചെന്ന് ചേർന്ന സ്ഥലമില്ല, ഈ ചെന്ന് ചേർന്ന സ്ഥലത്ത് നിന്ന് മനോഹരമായിരിക്കുന്ന ഒരു പള്ളിയുണ്ട് കേട്ടോ. ആ പള്ളി പൊന്നാമല പള്ളിയാണെന്ന് എനിക്ക് തോന്നണേ. നമുക്ക് അവിടെ എന്തായാലും കുറച്ച് നേരം ചിലവഴിക്കാനുണ്ട്. പ്രാർത്ഥന കേട്ടോ. വീട്ടിൽ പാട്ട് വഴിക്കൂടെ പോണേ ബൈക്കുകാരുടെ പുറകെ ഓടിയിട്ട് അവരേതെങ്കിലും മണ്ണേ കയറി വീടിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. കാരണം നിങ്ങൾ കണ്ടില്ലേ, എൻ്റെ പുറകെ ഓടി വന്ന പട്ടിയാണ്. ഇതിപ്പം ഇടുക്കിയിലെ ഒട്ടുമിക്ക വഴിക്കട നമ്മൾ പോകുമ്പോഴുള്ളൊരു ശല്യമാണ് കേട്ടോ. രാത്രിയൊന്നും പകലൊന്നും ആയിക്കോട്ടെ, അവരൊരു തുടലയിലിട്ട് വളർത്തുവാണെങ്കിൽ അതല്ലേ നല്ലത്. അപ്പം സെൻറ്റ് മേരീസ് ചർച്ച് പൊന്നാമല അവിടെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നമ്മൾ പട്ടിയുടെ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മളിത് പൊന്നാമല പള്ളിയുടെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നോക്കിയേ, സെൻറ്റ് മേരീസ് ചർച്ച് പൊന്നാമല എന്ന് പറയുന്ന സ്ഥലമാണ്. ഇതിൻ്റെ ബാക്കിൽ നല്ലൊരു ഒരു എന്താ പറയുക ഒരു ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ അതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു ഗ്രോട്ടോയൊക്കെ കാണാൻ പറ്റും. ഇത് നെടുങ്കണ്ട അടിവാലി എന്ന് പറയുന്നത് ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. മഴ പെയ്യാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് കേട്ടോ. നോക്കി, ഈ അന്തരീക്ഷമൊക്കെ ഇരുണ്ട് കൂടി കിടക്കുകയാണ്. ഇത്ര നേരം രാവിലെ തൊട്ട് ഇത്ര നേരം പെയ്യാതിരിക്കുമായിരുന്നു. നമ്മളിപ്പോൾ 2ാമത്തെ വീഡിയോ ആണ് ഇന്നത്തെ ദിവസം എടുക്കുന്നത്. പള്ളി മേളിലാണോ? ആണോ? പേരെന്നാ? എൻ്റെ പേര് സണ്ണി. സണ്ണി അല്ലേ? ഇത് ശരിക്കും പെരിഞ്ചാംകുട്ടിയിൽ നിന്ന് ഇവിടെ എത്രയാണ് എളുപ്പം? പെരിഞ്ചാംകുട്ടിയിൽ നിന്ന് 2 കിലോമീറ്റർ ഇങ്ങോട്ട്. 2 കിലോമീറ്റർ അല്ലേ? അങ്ങനെ കൃഷിയൊക്കെ എന്നാ? കൃഷിയൊക്കെ എന്നാ? ഏലം. നമ്മുടെ ആണോ കട? അതെ അല്ലേ? ഇത് നോക്കിയാൽ നമ്മൾ വന്ന വഴി കണ്ടോ. ഈ വഴിയൊക്കെ ശരിക്കും എങ്ങോട്ട് പോകണേ എന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. എങ്കിലും ബദയിലൊക്കെ പോകുന്ന വഴിയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ബദയിലെ മേലെ ചിന്നാറ മേഖലയൊക്കെ പോകുന്ന വഴിയാന്ന് തോന്നുന്നു. ഇവിടെ നോക്കി, ഇവിടെ മലനിരകളുടെ സുന്ദരമായിരിക്കുന്ന ഒരു ദൃശ്യം നമുക്ക് അടിപൊളിയായിട്ട് ആസ്വദിക്കാം. അതൊക്കെ തോപ്രാംകുടി, കനകക്കുന്ന് അങ്ങനെയുള്ള റേഞ്ചാണ് കേട്ടോ. നമ്മൾ കാണാൻ വന്ന പള്ളി ഇതാണ് പൊന്നാമല പള്ളി. വളരെ ചെറിയ മനോഹരമായിരിക്കുന്ന ഒരു പള്ളി അല്ലേ? എന്നാണെങ്കിലും നല്ല ആംബിയൻസിലിരിക്കുന്ന ഒരു പള്ളിയാണ് കേട്ടോ. അപ്പോൾ ഈ പള്ളിയുടെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെയാണ് ഗ്രാമങ്ങളിലെ പള്ളി. നമ്മൾ പോകുന്ന വഴിയെ ഒരു റായുടെ ഒരു ഓവൽ ഷേപ്പിലാണ് നമ്മൾ കയറി പോകണേ. നമ്മൾ പെരിഞ്ചാംകുട്ടിയിൽ നിന്ന് കയറി കാരത്തോട് വാട്ടർഫാൾസിൻ്റെ അവിടുത്തെ ഏരിയ എല്ലാം കണ്ട് അവിടുന്ന് മാവടിയിൽ നിന്ന് നമ്മൾ പൊന്നാമലയ്ക്കുള്ള വഴിക്കൂടെ വന്ന് കുഴിക്കൊമ്പ് കഴിഞ്ഞ് പൊന്നാമലയും കണ്ട് പൊന്നാമല പള്ളിയും കണ്ട് വീണ്ടും നമ്മൾ പെരിഞ്ചാംകുട്ടിയിലേക്ക് ഇറങ്ങി പോവുകയാണ്. ഭൂമി ഉരുണ്ടതാണെന്ന് പറയണത് വെറുതെ അല്ല അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഞാൻ കയറിപ്പോയ വഴി നിങ്ങളെ ഇതിൻ്റെ ലാസ്റ്റ് എൻഡിങ് പോയിന്റിൽ അവിടെ നിന്ന് സൈനോട്ട് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും കേട്ടോ നമ്മൾ രാവിലെ പോയ വഴിയാണെന്നുള്ള കാര്യം. ഇതൊക്കെയാണ് ഭൂമിയുടെ ശരിക്കും പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ ഓരോ അത്ഭുതം എന്ന് പറയുന്നത് അല്ലേ? ആണ്. അയ്യോ, സ്കൂൾ ബസ്സാണ്. നമുക്കിവിടെ എവിടെയെങ്കിലും മാറ്റി നമുക്ക് ഒതുക്കി കൊടുത്തേക്കാം. അതൊക്കെ അന്തം കത്തി വലിഞ്ഞു കയറി തന്നെയാണ്. ഈ ബസ് പണിക്കൻകുടിയിലുള്ള ക്യൂൻ മേരി പബ്ലിക് സ്കൂളിൻ്റെ ബസ്സാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കുട്ടികളൊക്കെ ഇവിടെ വന്ന് പഠിക്കാമെന്ന് പറയുമ്പോഴേ എന്തൊരു ദൂരമാണെന്നറിയോ? ദൂരം ഇല്ല, ഒരു മല ഇറങ്ങി അടുത്ത മല കയറിയാൽ അവരുടെ സ്കൂളായി. കാരണം എന്ന് വെച്ചാൽ ആ മലയിലെ സ്കൂള്, ഈ മലയിൽ അവർ താമസിക്കുന്നു. ഇടുക്കിയിലുള്ള ഒട്ടുമിക്ക കുട്ടികളും അങ്ങനെ തന്നെയാണ്. അതിനകത്തിപ്പം നമ്മൾ അതിശയപ്പെടാനൊന്നുമില്ല.
എന്താണെങ്കിലും നമ്മൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ കുത്തനെയുള്ള ഇറക്കമൊക്കെ ഇറങ്ങി നമ്മൾ നേരെ പെരിഞ്ചാംകുട്ടി ലക്ഷ്യമാക്കി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരെ. ഒരു രക്ഷയില്ലാത്ത വൈബും കണ്ട് നമ്മൾ ഇതേ നല്ല കട്ടയ്ക്ക് കുത്തനെ ഇറക്കുക. നിങ്ങൾ ഈ വഴി ഇങ്ങനെ പോകണ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. അയ്യോ നല്ല ഹമ്പ്. യെസ്. അപ്പോൾ പെരിഞ്ഞാംകുട്ടിയിൽ നിന്ന് പൊന്നാമല വഴി നെടുങ്കണ്ട പോകണമെങ്കിൽ ഇതുവഴി നിങ്ങൾക്ക് യാത്ര ചെയ്യാം കേട്ടോ. അപ്പം ആ ഒരു വഴിയാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഇവിടെ ഒരു പാലം ഉണ്ടെന്ന്. നമ്മളിങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പം ആ പാലമാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ പാലമൊക്കെ കടന്നിട്ടതുണ്ടോ നമ്മൾ ആദ്യം കണ്ട തോട് ഏതാദ്രയോ കാരിത്തോട് വെച്ച് നമ്മൾ കണ്ട വാട്ടർഫാൾസില്ലേ, ആ വാട്ടർഫാൾസിലെ ഒഴുകി വരുന്ന വെള്ളമാണ് ഇതിലൂടെ പോണേ. ഇത് ഈ പാലം കടന്ന് നേരെ പെരിഞ്ഞാംകുട്ടി. ഇനിയാണ് നിങ്ങൾ കാണേണ്ടത് കേട്ടോ. നമ്മൾ കയറിപ്പോയ വഴിയുടെ അതേ സ്ഥലത്തേക്ക് തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യം നിങ്ങളെ കാണിച്ചില്ലേ ഇവിടെ ഒരു ബേക്കറി ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ബേക്കറിയുടെ അങ്ങോട്ടാണ് ഈ വഴി എത്തുന്നത്. എങ്ങനെയുണ്ട്? ഭൂമി ഉരുണ്ടതല്ലേ ഒന്നും കൂടെ ഭൂമി ഉരുണ്ടതല്ലേ. അപ്പോൾ ഇതുണ്ടോ ഈ ബേക്കറി ഞാൻ അങ്ങോട്ട് പോയപ്പോൾ നിങ്ങളെ കാണിച്ചില്ലേ. നമ്മൾ കയറിപ്പോയ വഴിയെന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ ലോറി പിക്കപ്പ് ഇറങ്ങി വരുന്ന വഴിയിലാണ് നമ്മൾ അങ്ങോട്ട് പോയത് കേട്ടോ. അങ്ങനെ ഉരുണ്ട ഭൂമിക്കിടെ സഞ്ചരിച്ചുകൊണ്ട് വീണ്ടും നമ്മൾ രാവിലെ കയറിപ്പോയ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് കൂട്ടുകാരെ. ഇതാണ് ഞാൻ പറയണത്. ഇത് പെരിഞ്ഞാംകുട്ടിയിൽ നിന്നാണ് നമ്മൾ രാവിലെ തുടങ്ങിയിരിക്കുന്നത്. പെരിഞ്ഞാംകുട്ടി തന്നെ തിരിച്ച് അവസാനിച്ചു. അപ്പോൾ പെരിഞ്ഞാംകുട്ടി ടൗണിൻ്റെ ഒക്കെ വീഡിയോ ചെയ്യാനുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് നല്ലൊരു കാലാവസ്ഥ ഉള്ളപ്പം ഡ്രോണൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് ചെയ്യണം. കാരണം ഇപ്പോൾ പുഴയൊക്കെ ഒഴുകി മനോഹരമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? നല്ല അടിപൊളി കാഴ്ചകളല്ലായിരുന്നോ? കാരിത്തോട് വെള്ളച്ചാട്ടമൊക്കെ കണ്ട്, കൈലാസത്തിൽ നിന്ന് കൊടുക്കുന്ന വെള്ളച്ചാട്ടമൊക്കെ കണ്ട്, പൊന്നാമലയുടെ കാഴ്ചകളും മനോഹരമായ പള്ളിയുടെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മളിത് ഇവിടെ എത്തിയിരിക്കുന്നതാണ്. അപ്പം ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും പോകരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ആവശ്യം. മാത്രമല്ല നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും കയറി ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡ് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.